പെരിയാറിൽ നിന്ന് കിൻഫ്രയിലേക്ക് വെള്ളമെത്തിക്കാനുള്ള സർക്കാർ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം വീണ്ടും തടഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞുവെച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സംഘർഷം രൂക്ഷമായതോടെ ജില്ലാ കളക്ടർ NS K ഉമേഷ് ഇടപെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. MP ഹൈബി ഈഡൻ, MLA മാരായ അൻവർ സാദത്ത്, ഉമാ തോമസ്, TJ വിനോദ്, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കിൻഫ്ര വ്യവസായ പാർക്കിലേക്ക് പെരിയാറിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്ന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം വീണ്ടും തടഞ്ഞത്. എറണാകുളം ജില്ലയിലെ ജനങ്ങളുടെ കുടിവെള്ളത്തിന് ശാശ്വതമായ ഒരു പരിഹാരത്തിന് 190 MLD പ്ലാന്റ് ഉടൻ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും MP ഹൈബി ഈഡൻ ആവശ്യപ്പെട്ടു. ജനപ്രതിനിധികളുടെ MLA-മാരുടെ വീട്ടിലേക്ക്, ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുകയാണ്. അൻവർ സാദത്ത് MLA-യുടെയും ഉമാ തോമസ് MLA-യുടെയും വീടുകളിലേക്ക് മാർച്ച് നടത്തുകയും ഒരു സൈഡിൽ വ്യവസായികൾക്ക് വേണ്ടിയിട്ട് പെരിയാറിനെ സ്രോതസ്സാക്കിക്കൊണ്ട് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകും. ഈ ഇരട്ടത്താപ്പ് നിർത്തണം, ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം. എറണാകുളത്തെ ജനങ്ങളുടെ കുടിവെള്ളത്തിന് ശാശ്വതമായ ഒരു പരിഹാരത്തിന് വേണ്ടി 190 MLD പ്ലാന്റ് ഉടൻ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. പ്രതിഷേധത്തെ തുടർന്ന് സമരത്തിൽ പങ്കെടുത്ത 2 പ്രവർത്തകർ പൈപ്പിന്റെ ഉള്ളിൽ കയറിയിരുന്നതിനാൽ ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ചെയ്തു. സംഘർഷാന്തരീക്ഷം രൂക്ഷമായതിനെ തുടർന്ന് ജില്ലാ കളക്ടർ NS K ഉമേഷ് ഇടപെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയായിരുന്നു. 190 MLD പദ്ധതി നടപ്പിലാക്കിയിട്ട് കുടിവെള്ളം അത് സഫീഷ്യന്റ് ആണെന്ന് ഉറപ്പുവരുത്തിയാൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാവുന്നേ ഉള്ളൂ. അത് ഉറപ്പുവരുത്തണം, എന്നിട്ട് നമ്മൾ സ്റ്റഡി നടത്തണം. 2 അല്ലെങ്കിൽ കടമ്പറയിൽ ശുദ്ധീകരിച്ച് എന്തുകൊണ്ട് വെള്ളം ഈ കിൻഫ്ര പദ്ധതി കൊടുത്തുക? അപ്പൊ ഇതിനകത്ത് കൂടുതൽ ലക്ഷ്യമുണ്ട്. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.